പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ജീവമന്ന വചന പഠന പരമ്പരയുടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വർഷമായി രൂപത മുഴുവനും വലിയ വചന വിസ്മയത്തിലായിരുന്നു. രൂപതയുടെ എല്ലാ ഇടവുകളിലും തന്നെ ധാരാളം ആൾക്കാർ പങ്കെടുത്ത് വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വചന പഠന പരമ്പരയുടെ സമാപനം ഈ 27-ാം തീയതി പാലാ കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഒരു വർഷമായി തുടർന്ന ഈ വചന പഠന പരമ്പരയിൽ 10,000-ൽ പരം ആൾക്കാർ ദൈവവചനം പഠിച്ച് സഭയോടും കൂട്ടായ്മയോടുമുള്ള അവരുടെ ബന്ധം പ്രകടമാക്കി. അതിൽ തന്നെ 1,500-ലധികം ആൾക്കാർ 100 വചനത്തിൽ കൂടുതൽ പഠിച്ചു. 500ഓളം കുടുംബങ്ങൾ ഗ്രൂപ്പായിട്ട് പഠിച്ച് ഫൊറോനാതല മത്സരത്തിൽ പങ്കെടുത്ത് രൂപതാതല മത്സരത്തിലെത്തി. അങ്ങനെ വളരെ ഒരു ഉണർവ് പാലാ രൂപതയുടെ അജപാലന മേഖലയിൽ കൊടുക്കുവാൻ ഈ ജീവമന്നയ്ക്ക് സാധിച്ചു. ജീവമന്ന എന്ന് പറയുന്നത് 4 സുവിശേഷങ്ങളിൽ നിന്നും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 511ഓളം വചനങ്ങൾ പഠിക്കാനായിട്ട് കൊടുത്തിരുന്നു. അത് പഠിച്ചു. അങ്ങനെ 100 വചനം പഠിക്കുന്ന എല്ലാവർക്കും സമ്മാനം നമ്മൾ കൊടുക്കുന്നു. 119-ാം സങ്കീർത്തനം പഠിക്കുന്ന കുട്ടികൾക്ക് 2,000 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു. കുടുംബമായി പങ്കെടുക്കുന്ന വ്യക്തികളെ കൂടുതൽ മത്സര ക്രമീകരണങ്ങളുടെ കടത്തിവിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിച്ച് 26-ാം തീയതി ഓഡിയോ വിഷ്വൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ വളരെ മഹത്തായ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നുപോയി അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അഭിമന്യ പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ ഈ പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ബൈബിൾ വചന പഠന പരമ്പരയിലൂടെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിലൊന്ന് കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുക. കൂട്ടായ്മയോടുകൂടി ഒരുമിച്ച് ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേര് ഒരു ടീമായിട്ടാണ് വന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ വ്യക്തിബന്ധങ്ങൾ താറുമാറാകുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ കുറേ സുദൃഢമാകാൻ ഇത് സഹായകരമാണ്. രണ്ടാമതായിട്ട് ഇന്ന് മൊബൈലിന് അഡിക്റ്റായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം ഇതിലൂടെ ലഭ്യമാകുന്നു. അനുഭവസാക്ഷ്യങ്ങൾ അതാണ് പറയുന്നത്. അതും വളരെയധികം സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. പാലാ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജീവമന്ന എന്ന വചന പഠന പരമ്പരയിൽ നിരവധി കുട്ടികൾ പങ്കെടുക്കുകയും ഒരുപാട് കുട്ടികൾ വചനം പഠിക്കുകയും വലിയ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരികയും ചെയ്തു. ജീവമന്ന പുസ്തകം മുഴുവൻ പഠിച്ച ഏതാണ്ട് 200-ലധികം ആൾക്കാർ നമുക്കുണ്ട്. അതായത് 512 വചനങ്ങളും പഠിച്ച 200-ലധികം ആൾക്കാരുണ്ട്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി ഈ 512 വചനങ്ങളും കാണാതെ പഠിച്ച് അത് എഴുതി ഞങ്ങൾക്ക് തന്നു എന്നുള്ളത് അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായി മാറി. ഇത്രയും ചെറിയൊരു കുട്ടി 512 വചനങ്ങളും പള്ളിയിൽ വന്നിരുന്ന് ഒറ്റയ്ക്ക് കാണാതെ എഴുതി തന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകളുടെ സാക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സമാപനം സമ്മേളനം നടക്കുന്നത് ഈ 27-ാം തീയതി ബുധനാഴ്ചയാണ്. ആ സമാപന സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നേതൃത്വം നൽകുന്നത് നമ്മുടെ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് പിതാവ് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജീവമന്ന പ്രോഗ്രാം അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ സണ്ണി തോമസ് ഇടിമണ്ണിക്കലാണ്. അദ്ദേഹം അതിൻ്റെ അകത്തൊരു വിശിഷ്ട വ്യക്തിയായി പങ്കെടുക്കും. അദ്ദേഹത്തോടൊപ്പം തന്നെ സിനിമ ആർട്ടിസ്റ്റായിട്ടുള്ള നടൻ ശ്രീ സിജോയ് വർഗീസ് വിശിഷ്ട വ്യക്തിയായി പങ്കെടുക്കും. അതുപോലെ പ്രശസ്തനായ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ റൂബൽ രാജിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അങ്ങനെ മറ്റനേകം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ പാലാ രൂപതയിലെ പ്രമുഖ വൈദികരും വികാരി ജനറൽ അച്ഛന്മാരും അതുപോലെ മറ്റ് ആളുകളെല്ലാവരും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നതാണ്. നമ്മുടെ വിവിധ ഇടവകളിൽ നിന്നായി ഏതാണ്ട് ഒരു 1,500-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലഭിച്ച പ്രതികരണങ്ങളും കാണുമ്പോൾ ഞങ്ങൾ വളരെ അത്ഭുതപ്പെടുകയാണ്. ഇത് തുടങ്ങിയപ്പം ആദ്യത്തെ സീസണാണെങ്കിലും ഇതിനെ ജനങ്ങളങ്ങ് ഏറ്റെടുത്തു. അനേക ഇടവുകളിൽ നിന്നുള്ള കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മളെ വളരെ അതിശയിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. കുടുംബങ്ങൾ ഒന്നു ചേർന്ന് വളരെ താല്പര്യപൂർവ്വം വചനത്തിൻ്റെ പഠിക്കാനുള്ള വലിയ ഉത്സാഹത്തോടെ കടന്നു വരുന്നു.
നമുക്ക് തോന്നുന്നത് വനത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ദാഹം ജനങ്ങളുടെ ഇടയിൽ വളരെ അധികമുണ്ട്. പക്ഷേ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആശങ്കയോടെയാണ് ഈ കൊട്ടേഷനൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവസാനം ഇത് വന്നു കഴിഞ്ഞപ്പം വളരെ ആവേശത്തോടും വളരെ താല്പര്യത്തോടും കൂടി അനേക കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പാചകം പഠിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പം നമുക്ക് വളരെ സന്തോഷമായി തോന്നുകയാണ്. ഈ ജീവന സീസണ് ഇത്തരം ഒരു പ്രതികരണം ഞങ്ങൾ സംശയത്തോടുകൂടിയാണ് നീങ്ങുന്നത്. പക്ഷേ ഇടവുകളിൽ നിന്ന് കിട്ടുന്ന കുടുംബങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ നമ്മളെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ജീവന എല്ലാവരും ജനങ്ങൾ രൂപത മുഴുവനും ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മുടെ ഈ മത്സരം നടത്തിയത് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ്. കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ വിവിധ ഇടവകളിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് കൊറോന തലത്തിലും ഇടവക തലത്തിലും വാർഡ് തലത്തിലും മത്സരം നടത്തിയിരുന്നു. അവയിൽ വിജയികളായവരാണ് പിന്നെ രൂപതാ മത്സരത്തിൽ മാറ്റിവെച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് 27-ാം തീയതി നമ്മുടെ മത്സരം സീസൺ 1-ൻ്റെ സമാപനത്തിൻ്റെ അന്ന് തന്നെ 2-ൻ്റെ ഉദ്ഘാടനവും നടക്കുന്നുണ്ട്. ഇത് തുടർന്ന് വരും വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരമാണ്. 1-ാം സീസൺ കൊണ്ട് മാത്രം മത്സരം അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്.